ആലപ്പുഴ അരൂർ ദേശീയപാതയിൽ വീണ്ടും അപകടമുണ്ടായി. റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ വീട്ടമ്മ ബസ്സിടിച്ച് മരിച്ചു. എഴുപുന്ന സ്വദേശി മല്ലിക അജയൻ 58 വയസ്സാണ് മരിച്ചത്. രഘു ചേരുന്നുണ്ട്. രഘു, അപകടത്തുരുത്തായി ഈ പാത മാറുകയാണ്. ഇപ്പോൾ വരുന്ന അപകടത്തിന്റെയും മരണം സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ. അതെ പ്രജീഷ്, കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏതാനും നാളുകൾക്ക് മുൻപ് ഏറ്റവും കുറവ് അപകടം നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു തുറവൂർ മുതൽ അരൂർ വരെയുള്ള മേഖല. കാരണം അവിടെ 4 വരി പാതയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ ആളുകൾക്ക് വാഹനം ഓടിച്ചു പോകാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു ജാഗ്രതയും സുരക്ഷിതവും ഒക്കെ ആ റോഡിന് ഉണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തുറവൂരെത്തിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഫീലായിരുന്നു തെക്കു നിന്ന് വരുമ്പോൾ. അവിടെ 4 വരിയിൽ വേഗതയിൽ ഓടിച്ചു പോകാമെന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ ദേശീയപാതയുടെ നിർമ്മാണം, പ്രത്യേകിച്ച് അവിടെ നിന്ന് തുറവൂരിൽ നിന്ന് അരൂർ വരെ ഉയരപ്പാതയാണ്, തൂണുകളിൽ ഉയർത്തിയ പാതയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ അവിടെ അപകടങ്ങൾ പതിവാണ്. ഹൈക്കോടതി അടക്കം വിഷയത്തിൽ ഇടപെട്ടു. ഗതാഗത തടസ്സം മാത്രമല്ല, വലിയ കുഴികളിൽ വീണ് ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരും എന്തിന് KSRTC ബസ് വരെ അവിടുത്തെ ഈ വലിയ ഭീമൻ കുഴിയിൽ അകപ്പെടുന്ന വാർത്തകൾ നമ്മൾ തന്നെ പലതവണ നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി അരൂർ കവലയ്ക്ക് സമീപമായിരുന്നു അപകടം. റോഡിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ 58 വയസ്സുള്ള വീട്ടമ്മ. അപ്പോൾ ഈ ചേർത്തല ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വന്ന ഒരു പ്രൈവറ്റ് ബസ് സ്ത്രീയുടെ ദേഹത്തേക്ക് കയറുകയായിരുന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ചക്രം സ്ത്രീയുടെ ദേഹത്തിലൂടെ കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ തൽക്ഷണം മരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർ അവിടെ ബന്ധുവീട്ടിലേക്കോ മറ്റോ പോവുകയായിരുന്നു. ഒരു പക്ഷേ സ്വന്തം വീട്ടിലേക്കായിരിക്കാം. അവരുടെ കയ്യിൽ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം റോഡിൽ ചിതറി കിടന്നൊരു കാഴ്ച വളരെ സങ്കടകരമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ പ്രാദേശിക ലേഖകൻ പറയുന്നത്. പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ പതിവാണ്. പ്രത്യേകിച്ച് ഈ മഴ കൂടി ആരംഭിക്കുമ്പോൾ വളരെ രൂക്ഷമായിരിക്കും ഈ പാതയിലൂടെയുള്ള യാത്ര. അതുകൊണ്ട് സഞ്ചരിക്കുന്നവരും റോഡ് മുറിച്ച് കടക്കുന്നവരുമൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കടക്കണം. വളരെ 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 അപകടം പിടിച്ചൊരു മേഖലയായി മുൻപേ മാറിയതാണ്. ഇപ്പോൾ മഴ കൂടി ആയതോടുകൂടി അരൂർ തുറവൂർ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ്.